എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ മീൻകറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാചകത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ പാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം. അപ്പം ഞാനിടുന്ന ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഇന്ന് മീൻകറി എന്ന് പറഞ്ഞെങ്കിലും പച്ച മീനല്ല, ഇത് ഉണക്ക മീനാണ്. ഇത് കുറിച്ചിലെന്നും മുള്ളനെന്നും ഒക്കെ പറയുന്ന മീനാണ്. ഇതൊരു പാക്കറ്റുണ്ട്, ഒരു 10 എങ്ങാണ്ടുണ്ട്. അത് വെട്ടിക്കഴുകി ഇത്തിരി വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു സാധനം കൂടെ ചേർത്താണ് കറി വയ്ക്കുന്നത്. ഇതാണ് ഒരു ചെറിയ പച്ചയത്തേക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഉണക്കമീൻ കറി വയ്ക്കുമ്പം പച്ചയത്തേക്ക് അല്ലെങ്കിൽ ചേമ്പ് ഇതൊക്കെ ഇട്ട് കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി തീർച്ചയായും അറിയാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടത് 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എരിവ് നോക്കി ചേർക്കണം. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുണ്ട്, 2 വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പച്ചക്കയൊക്കെ ഒന്ന് പച്ചമുളക് ഇട്ട് ആദ്യം വേവിച്ച് വയ്ക്കണം. പിന്നെ അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. 3 അല്ലി ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റാക്കി അരയ്ക്കേണ്ട, എന്നാൽ അത്യാവശ്യം അരയുകയും വേണം. ആ രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഉണക്കമീൻ കറി വയ്ക്കുന്നതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. സ്റ്റവ് ഓണാക്കി ഒരു മൺചട്ടിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച പച്ചയത്തേക്കയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത്, അരപ്പ് തിളച്ച് കഴിഞ്ഞ് അവസാനം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. കാര്യം ചെറിയ മീനായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഈ കാ വേകാൻ അതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അരപ്പിനകത്ത് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടി നമ്മൾ ഒരു 2 ചെറിയ കഷ്ണം കുടംപുളി ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ചട്ടി ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വെന്ത് വരട്ടെ. പച്ചയത്തേക്ക വെന്തോ നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഞാൻ അടപ്പൊക്കെ മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടപ്പ് മാറ്റി എന്തായാലും നോക്കാം. ഏത്തക്കയൊക്കെ ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരെണ്ണം ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ അറിയാം. കണ്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ച് പുളിയും ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാനിതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചയത്തേക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഞാൻ പച്ചയത്തേക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് ചാറാക്കി എടുക്കാം. ഉപ്പ് വളരെ കുറച്ചേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അത് നോക്കിയിട്ട് വേണം. ഈ ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് ഉപ്പുണ്ടാകാൻ സാധ്യതയില്ല. ഉപ്പൊക്കെ നോക്കി വേണം ചേർക്കാനായിട്ട്. പാകത്തിന് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി തിളയ്ക്കാനുള്ള സമയം കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അടച്ചു കൊടുത്താൽ തിളച്ച് തൂകിപ്പോകും. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി 1-2 സാധനങ്ങളൂടെ ഇതിനകത്ത് നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. ഉണക്കൻ മീൻ കറിയുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം. വേറെ 1-2 സാധനങ്ങളും കൂടെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു നുള്ള് ഉലുവ, പച്ചുലുവ ഈ സമയം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം.
വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, അവസാനം അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉലുവ ആയതുകൊണ്ടാണ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു ലേശം വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം, ഇനി ബാക്കി പിന്നീട് ചേർക്കാം. നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇളക്കി കൊടുക്കാവുള്ളൂ. കാര്യം വളരെ പൊടിമീനായതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ മുള്ള. ഈ മീൻ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ഭയങ്കര മുള്ള. അത് പൊടിഞ്ഞാൽ പിന്നെ ആകെ ചാറിനകത്തെല്ലാം മുള്ളായി പോകും. നമുക്ക് പതുക്കെ ചുറ്റിച്ച് കൊടുത്താലും മതി. മീനും കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് മീനൊന്ന് വെന്ത് വരട്ടെ. ഉണക്കമീൻ കറി എന്തായെന്ന് നമുക്ക് നോക്കാം. ഏകദേശം തിളച്ചൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അസാധ്യ മണമാണ്. ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മണം അടിക്കുമ്പോൾ തന്നെ ചോറുണ്ടോളാൻ തോന്നും. പൂച്ചയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ മണം അടിക്കുമ്പോഴേ പൂച്ചകൾ ഓടി വരും. ഉണക്കമീൻ കറിയുടെ മണമൊക്കെ അടിച്ച് അവരും ഓടി വരും. അപ്പോൾ ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളാദ്യം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു, ഇനി അപ്പോൾ സ്വല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വളരെ കുറവായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഈ ചാറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉണക്കമീനൊക്കെ ആണെങ്കിൽ നല്ല ഉപ്പായിരിക്കും. അപ്പം ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അതിന് ഉപ്പ് വളരെ നോക്കി വേണം നമ്മൾ ചേർക്കാൻ. പൊടിമീനൊക്കെ ആണെങ്കിൽ ഉപ്പ് വളരെ കുറവായിരിക്കും. ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അങ്ങനെ എൻ്റെ ഉണക്കക്കുറിച്ചിൽ പച്ചയത്തൊക്കെ ഇട്ട് വെച്ച കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ലാത്ത മണമാണ്. എനിക്കിപ്പോൾ തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. ഇതൊന്ന് നിങ്ങളൊക്കെ ഒരു പ്ലേറ്റിലൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഞാൻ എളുപ്പം തന്നെ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഉണക്കമീൻ കറി. ഇനി നമുക്കൊരു പാത്രത്തിലെടുത്തിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഉണക്കമീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണക്കക്കുറിച്ചിലും പച്ചയത്തേക്കയും കൊണ്ടാണ് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തു നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. സൂക്ഷിച്ചൊക്കെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞിക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.